ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താ കണ്ണാ, വെറുതെ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് വരാമെന്ന് വിചാരിച്ചു. ബ്യൂട്ടിഫുൾ തന്നെ അതിമനോഹരമാണ്. നമുക്കിങ്ങനെ വെറുതെ വന്നിരുന്നിട്ട് എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം. പക്ഷെ തണുക്കുമ്പോൾ തിരിച്ചു പോകാം അല്ലേ കണ്ണ? പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റുമാണ്. ഇവിടെ എത്രയോ 32 or 33 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ. അപ്പോൾ ക്ലൈമറ്റ് സൂപ്പറാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ, ചിക്കു ആൻഡ് അമ്മ, ഞങ്ങൾ 3 പേരും കൂടി നടന്നു വന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ഭംഗിയുണ്ടെന്ന്. കണ്ടോ, ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വാക്കിന് വരും, കുറേ പേര് ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടാവും. ഞാൻ ഇങ്ങനെ കുറച്ച് ഈ സൈഡും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പിന്നെ കുറേ പേരിങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു സ്ഥലമാണ്, നല്ല പോസിറ്റീവായിട്ട് അല്ലേ, ഒരു എനർജി കിട്ടുന്ന ഒരു സ്ഥലം പോലെ അല്ലേ, കടലിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ. എന്നാൽ കടലിൽ തന്നെ വേവ്സ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ലോ അതായിട്ടുള്ളത് സംഭവങ്ങളാണ്, അതൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇവിടെ ക്രൂസ് വരാറുണ്ട്, പക്ഷെ ഇന്ന് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ചിക്കുനിങ്ങി ഒരു ഐസ്ക്രീം മേടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതും മേടിക്കണം. അതാന്ന് തോന്നുന്നു ചിക്കു പിണങ്ങിയിരിക്കുന്നത്. ചിക്കുൻ്റെ മുഖത്ത് സെറ്റല്ലല്ലോ. വാട്ട് ഹാപ്പൻ കണ്ണ? അറിയില്ല, അത് ചെറുതായിട്ട് എന്നോട് പിണങ്ങിയിട്ടുണ്ട്, അതിൻ്റെയാണ്. അത് കുഴപ്പമില്ല, അത് സെറ്റ് ആയിരിക്കുള്ളൂ. ഹായ്. പിന്നെ ഇവിടെ കുറേ നമുക്ക് ഇവിടുത്തെ ആൾക്കാരിങ്ങനെ നടക്കുന്നതാണ്. ഇങ്ങനെ കുറേ പോവാണ്ട്, ഒരറ്റം തൊട്ട് ഒരറ്റം വരെ നല്ല എന്താ പറയുക, അത്യാവശ്യം സ്ഥലമുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അത്യാവശ്യം സ്ഥലമുണ്ട്. നടന്ന് 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 അമ്മ നമ്മുടെ പെട്ടിയും ജാക്കറ്റൊക്കെ എടുത്തിരിക്കാൻ, വേറെ ഒന്നുമില്ല. അമ്മയ്ക്ക് ഇവിടെ വിശ്വാസമില്ല. അമ്മ പറയാം എപ്പോൾ വേണമെങ്കിലും തണുപ്പ് വരാമെന്ന്. അതൊരു സത്യമാണ്. പക്ഷെ ഞാൻ ക്ലൈമറ്റ് നോക്കി, സിഡ്നി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുത്തെ പ്ലേസിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലം സിഡ്നിയാണ്, സ്കോഷ്യ. അപ്പോൾ നമുക്ക് ചിക്കുന് ഐസ്ക്രീം മേടിക്കാൻ പോവാം. ചിക്കു അല്ലെങ്കിൽ പിണങ്ങി നടക്കുന്നുണ്ട് അവിടെ. നല്ല കാറ്റുണ്ട്. മറ്റേ അവിടെ ആണെങ്കിലും നല്ല ടെമ്പറേച്ചറുണ്ട്. ഐസ്ക്രീം മേടിക്കാം, ചിക്കുന് ഐസ്ക്രീം മേടിക്കാണ്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് ഐസ്ക്രീമിൻ്റെ ക്യൂ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം മേടിക്കാം. ജ്യൂസാണ് ഐസ്ക്രീം വേണ്ട? ഏതേലും ഒന്ന് പറ. എനിക്ക് ഐസ്ക്രീം വേണമെന്നൊന്നുമില്ല, ഞാൻ പിന്നെയും ജ്യൂസ് പ്രിഫർ ചെയ്യാം. നീ ഐസ്ക്രീം മേടിച്ചോ? ഓക്കെ. അപ്പം നോക്കണം, ഞാൻ ജ്യൂസ് മേടിക്കുന്ന ഉറപ്പൊന്നുമില്ല. ഇല്ലാട്ടെ ഞാൻ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് മേടിക്കാൻ ഐസ്ക്രീം മേടിക്കാൻ നിൽക്കണവരാണ്. അപ്പോൾ ചിക്കൻ Oh, I believed you. Yes, you believe that. What's her name? Bella. Bella. How old? She says that what? How old is she? Okay. You guess how old she is. She won't hurt you. How old do you think she is? She's saying 4. What? 4. 4? Yeah. Okay. Are you good at math? yes. What's 10 plus 4? 14. She's 14. Really? 14. Oh my goodness. How you like that? You're taking a picture of her? Yes. Oh, you're funny. Oh yeah, she's taking a picture. You're a smart indie girl, aren't you? ഇയാളെന്നുണ്ടാവും അവിടെ. 2 years. നമ്മളൊരു വീഡിയോയിലുണ്ട്. Already on our way. If we go down and swing again, you can blame me. ഇതിൻ്റെ ലൈനാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈനിൽ നിൽക്കാം. അതാ ഇവിടെ കുറച്ച് കാഴ്ചകളും കാണാം. അവിടെ ഇരുന്നു.
ലൈൻ ഉണ്ട്. ചിക്കുവിന് വാനില എൻ്റെ കയ്യിലേക്ക് തന്നു. വാനില മതി എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇതാ പുതിയ സാധനം കണ്ടപ്പോൾ അത് ആളും കൈ പിടിച്ചിരിക്കുന്നുണ്ട്. നല്ല വെയിൽ വന്നിട്ടുണ്ട്. നല്ല വെയിൽ വന്നിട്ടുണ്ട്. ചിക്കു ഇത് കഴിക്കാണ്ടി വന്ന അങ്ങോട്ട് അല്ലേ? അല്ലാണ്ട് ഇവിടെ വരുന്ന അങ്ങനൊന്നല്ല. സുജു വിളിച്ചിട്ടുണ്ടെങ്കിൽ സുജിനോട് പോവാന്ന് പറഞ്ഞപ്പോ ഇല്ല അവൾ ഇങ്ങനെ തന്നെ ഇല്ല നമുക്ക് ഇവിടേക്ക് ഫെഡറിലേക്ക് പോവാം. ഇതായിരുന്നു സംഭവം. അവര് ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ എനിക്ക് ഞാനൊരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. തുറന്നിട്ടുണ്ടോ അതോ അടച്ചിട്ടിരിക്കാൻ തോന്നുന്നു. അപ്പം തിരക്ക് കാരണം എല്ലാം സോൾഡ് ഔട്ട് ആയെന്ന് പറഞ്ഞു ജ്യൂസ്. അപ്പോൾ ഞാൻ വിഷമിച്ച് തിരിച്ചു പോയിട്ടേക്ക് അവനെ തിരിച്ച് വിളിച്ചെന്നിട്ട് പറഞ്ഞു ഒരെണ്ണം ഉണ്ടാക്കി തരാം, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. 5 to 7 minutes എടുക്കുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞു എന്ന്. എന്നിട്ട് അവർ പറഞ്ഞു ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ആൾക്കറിയാം ഞാൻ ഇവിടെ നിന്നല്ല നമ്മൾ മേടിക്കാറ്. ഒരെണ്ണം ഉണ്ടാക്കി എത്ര വേണം ചോദിച്ചു. ഞാൻ ഈ ഒരെണ്ണം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയല്ല, വെയിറ്റ് ചെയ്യുന്നു. അവരടക്കായിരുന്നു. അത് അത്രയും ചൂടാണ്. ഇന്ന് അതുപോലെ റഷായിരുന്നു അവർക്ക്. പക്ഷെ അത്രയും വെയിലും ചൂടല്ലേ. ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ചൂട് തീരെ സഹിക്കാൻ പറ്റുമല്ലോ. ജ്യൂസിൻ്റെ ഷോപ്പ് അനുസരിച്ച് ജ്യൂസ് ബോക്സ് എന്നാണ് പേര്. ഇന്ത്യൻസ് നടത്തുന്നതാണ്. അവൈലബിളാണ്. അങ്ങനെ കുറേ ഇത് വലിയൊരു സ്ഥലമാണ്, കുറേ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ ജ്യൂസ് മേടിച്ചു. ചിക്കു ഐസ്ക്രീം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യൂസ് വന്നിട്ട് എക്സ്ചേഞ്ച് ആണ് എപ്പോഴും. കുട്ടിയെന്ന് വെച്ചാൽ ഇതാ നമുക്ക് ഞാൻ കുറച്ച് വ്യൂസ് അപ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എവിടെ നിന്ന് ഇങ്ങനെ നടക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ചിക്കു ഭംഗി ഇവിടെ കാണാനൊക്കെ. അമ്മേടെ ഇൻസ്റ്റാഗ്രാം വെക്കാമോ? I don't think so. വെള്ളത്തിലേക്ക് ഇത് കഴിച്ച ചിക്കുവിൻ്റെ ബാക്കിയാണ് ഞാൻ കഴിക്കുന്നത്. ഇത് കഴിച്ചതുകൊണ്ട് എൻ്റെ ജ്യൂസ് എനിക്ക് കുടിക്കും. സ്ഥലം കാണിച്ചാ. ഇവിടെ എന്തോ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തോ അതിന് മീനിങ് ഉണ്ട്. അപ്പോൾ നമുക്കത് വായിച്ചു നോക്കാം. ഈ സ്ഥലം ഇഷ്ടമായിരുന്നു. ഇതിവിടെ എന്തോ സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാനുള്ള ക്ഷമ വേണം. ഇത് യുദ്ധം പോലെ അങ്ങനെ ഉണ്ടായപ്പോൾ ഇവര് കുറേ പേര് രക്ഷിക്കുന്നു, കുറേ പേര് താന്നു വീണു, അങ്ങനത്തെ സംഭവമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊരു വാർ നടന്ന സമയത്താണ്. എനിക്ക് തോന്നുന്നത് അത് ഇവിടെ ഇവിടെ ആയിരിക്കണം. ഇതൊക്കെ ഫ്രോസൺ ആയി കിടക്കുമ്മ. വെള്ളം ഇങ്ങനെ ഐസ് ഐസ് പോലെ. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. സൺസെറ്റ്
നല്ല ഭംഗി. ഇതിലെങ്ങനെയാ ക്യാമറയിൽ എങ്ങനെ കാണുന്നെന്ന് അറിയില്ല, പക്ഷെ നല്ല ഇതും നല്ല രസമുണ്ട്. So good. കുറച്ച് കഴിഞ്ഞല്ലേ അവിടെ അടി കിട്ടി. അമ്മയുടെ കുപ്പി വെള്ളം കാണാനില്ല. ഞങ്ങൾ ഐസ്ക്രീം എന്റെ കുപ്പി ഇരിക്കട്ടാടാ, എന്റെ കുപ്പി ഇരിക്കുന്നുണ്ട്, എന്റെ കുപ്പി ഇരിക്കുന്നുണ്ട്. ഐസ്ക്രീം കഴിച്ചില്ല, ടേബിളിൽ ഇരുന്നിട്ട് അമർന്ന് കാണാണ്ടായി. നിങ്ങൾ എടുക്കാൻ മറന്നു. ഞാൻ എന്നോട് പറയണോ, ഞാൻ ആ ജ്യൂസ് കുടിച്ച് വരുമ്പോ ആ ഫീലിൽ നോക്കായിരുന്നു. അമ്മ എന്താ ഉത്തരവാദിത്തമില്ലാത്ത ഒരു അമ്മാമ്മ ഒരു മോളും. ഓ അപ്പൊ അമ്മയോ? എനിക്ക് ഉത്തരവാദിത്തം, ഞാൻ ക്യാമറ പിടിച്ച് നടത്തായിരുന്നു. അമ്മ ജ്യൂസ് എടുത്തു. ജ്യൂസ് എടുത്ത് ജ്യൂസ് അമ്മാമ്മ എടുത്തു. അവിടെ ഇരിക്കട്ടോ ഒരു കുപ്പി ഇങ്ങനെ. ആ കുപ്പി എന്ന് പറയുമ്പോ ഞാൻ ജോലിക്ക് പോകുമ്പോ പോലെ കൊണ്ടു കെടുക്കുമ്പോ അപ്പുറത്ത് വെച്ച് കിടക്കുള്ളൂ. അമ്മയുടെ ഒരു ലൈക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും കുപ്പി മമ്മ നമ്മൾക്ക് കുറ്റം അത് താങ്കളുടെ മോള് പറഞ്ഞിട്ട് അറിയോ? നമ്മൾ രണ്ടുപേരാണ് മറന്നു വെച്ചത്. എഴുന്നേറ്റ് പോയിട്ടല്ലേ ജ്യൂസിന് വേണ്ടിട്ട്. അയ്യോ എന്റെ കുട്ടി അതിന് അങ്ങനെ കയറ്റാ നടക്കാൻ പറ്റില്ല. കുറച്ച് ഇരുന്നിട്ട് പോമ്മ. ഇവിടെ വേറൊരു സ്ഥലമുണ്ട് കാണാൻ, അവിടേക്ക് പോയില്ലേ കുപ്പി എടുക്കൊണ്ട് തിരിച്ച്. അതിനാണ് ഫിഡലിനെ ഇവിടെ വിളിക്കണത്, ആ ഒരു ഇൻസ്ട്രുമെന്റ്. ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അതിന്റെ, നമുക്കത് പറ്റാണെങ്കിൽ ഇട്ട് നോക്കാം, ആഡ് ചെയ്താ. ആ യെസ്. ഐസ്ക്രീമോ? ഐസ്ക്രീം തിന്നേ കളയാൻ പറ്റുമോ? കഷ്ടം. ഒരാൾ ഐസ്ക്രീം വേണ്ടെന്ന് പറഞ്ഞു, എന്നിട്ട് ഐസ്ക്രീമാണ് കൂടുതൽ. നമ്മളവിടെ കണ്ടതല്ലേ. ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിൽ മറ്റേ തിരിച്ചിട്ടും ഇല്ല, അങ്ങനെ എന്താ പറയല്ലേ അമ്മ? അങ്ങനെയല്ലല്ലോ ഇത്. ഇത് കുറച്ച് റെഡ് കളറിന്റെ പൂവിൽ ഇങ്ങനെ കൊറേ നമ്മുടെ ഓണത്തിന് പൂക്കളൊക്കെ ഇടുന്നതല്ലേ, ചെത്തിമല്ലി. അതിന്റെ വേറെ കളറ് അതിന് ഞാൻ കണ്ടെത്തപ്പെടുത്താണ്. സമയം ഇപ്പൊ സമയം 8:45 ആണ്, രാത്രി 9 മണി ആവാറ. എന്നിട്ട് നോക്ക് പകല് പോലെയാ. നമ്മുടെ നാട്ടിലിപ്പോ ഇരുട്ടൊക്കെ ഇട്ട് സൺസെറ്റ് ഇങ്ങനെ ആയിക്ക് വരുന്നുണ്ട്. കണ്ട അവിടെ ഇങ്ങനെ താഴ്ന്നോണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. നടന്ന് വയ്യണ്ട എന്തായാലും. ഇനി ഒന്നുമില്ല കേട്ടോ, ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു പോവും. ഫുഡ് കഴിച്ച് അല്ല വീട്ടിലേക്ക് തിരിച്ചു പോവും. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നിട്ടാ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെയുള്ള അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. Guys, take care and stay safe. It's me, Shilpa, signing off. It's me signing off, Atvika. Bye.